ഇന്ന് ഒരു കുറുക്ക് കാളൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഏത്തക്കായ നന്നായിട്ട് തൊലി കളഞ്ഞ് അതുപോലെ മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ട് കറ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത്തക്കായ എപ്പോഴും എടുക്കുമ്പോൾ നന്നായിട്ട് കറ കളഞ്ഞിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്താൽ നന്നായിട്ട് കറ പോയി കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കഴുകിയാൽ നന്നായിട്ട് കറ പോയി കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത്തക്കായൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് പോകും. അപ്പോൾ ഞാൻ ഇത്ര നേരം വെള്ളത്തിലിട്ടിട്ട് ഇപ്പം ജസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ അതേ എമൗണ്ടിൽ തന്നെ ചേന എടുത്തിട്ടുണ്ട്. ചേനയും ഏത്തക്കായും അത്യാവശ്യം മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1.25 കപ്പ് തേങ്ങയാണ്. പിന്നെ ഒരു 3 പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3-4 പച്ചമുളക് എടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉലുവ പൊടി, പിന്നെ ജീരകം, പിന്നെ മുഴുവൻ ഉലുവ, പൊടിക്കാത്ത ഉലുവ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കടുക് വറുക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് അടി കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പം നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ചേനയും ഏത്തക്കായും നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചേനയിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ 3 പച്ചമുളക് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അരപ്പിനകത്ത് 2 പച്ചമുളക് അരയ്ക്കുന്നുള്ളൂ. 1 പച്ചമുളകും കൂടെ ഇതിനകത്ത് കൂടെ ഇട്ട് വേവിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പച്ചമുളക് തേങ്ങയുടെ കൂടെ ഇട്ട് അരച്ചെടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇനി നമുക്കിതിനുള്ള ഒരു ഏകദേശം നമ്മുടെ ഈ കായയും ഏത്തക്കായൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക, കാരണം അടി പിടിക്കുന്നുണ്ടോന്നൊക്കെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ മൺചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ വെള്ളമൊക്കെ പറ്റിപ്പോയാൽ അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചേനയും ഏത്തക്കായൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 1.25 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഈ തേങ്ങ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് പച്ചമുളക്, അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ടോട്ടൽ ഞാനൊരു 3 പച്ചമുളക് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാൻ ഇട്ടതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരപ്പിൻ്റെ കൂടെ 3 പച്ചമുളക് അരച്ചാൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം ഇത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ചേനയും ഏത്തക്കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങൾ ഉടയാണ്ട് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ജീരകവും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിവിടെ മാറ്റി വയ്ക്കുകയായിട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലിട്ടൊക്കെ നിങ്ങൾ അടിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് നേരം അടിക്കരുത്. അപ്പം ഒരുപാട് അങ്ങ് നീണ്ടു പോകും, മോര് പോലെ ആവും. നമുക്കൊരു കുറുകിയ കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം. അപ്പോൾ ഞാനിനി ഈ തൈരൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് ഈ തൈര് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകണം ഒന്നും കൂടെ. എന്നിട്ട് വേണം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലതാണ്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ തേങ്ങയും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് തിളയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ മൺചട്ടിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം നല്ല കുറുകിയ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് അടി പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അടി പിടിക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ നമ്മൾ ഈ തൈരൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ, അതായത് ചെറുതായിട്ട് തിള വരുന്നവരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിപ്പോൾ എല്ലാം ഇട്ടല്ലോ, ഇനിയിപ്പോൾ ഒന്നും നമുക്ക് ചേർക്കാനില്ല. തൈരും ചേർത്തു, അതുപോലെ തന്നെ അരപ്പും ചേർത്തു. ഇനി നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. തേങ്ങയും കൂടെ ചേർത്തുകൊണ്ട് വീണ്ടും അടി പിടിക്കാനുള്ള ചാൻസ് ഒന്നും കൂടെ കൂടുതലാണ്. അപ്പോൾ ഒരു തിള വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്ത് കണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ എന്നാലാണ് ഈ ചെറിയ തീയിൽ തന്നെ ഇടുക. അങ്ങനെ ചെറിയ തീയിലിട്ട് നമ്മളിത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്താലാണ് ഈ അരപ്പിൻ്റെ പച്ചക്കുത്തും ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടി പിടിക്കും. ഞാൻ തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ തിള വന്നു തുടങ്ങി, നന്നായിട്ട് ആവി വറക്കുന്നുണ്ട്, കണ്ടില്ല? അങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചെറിയ തീയിലിട്ട് ഇരുന്നാൽ മാത്രമാണ് അരപ്പിൻ്റെ പച്ചച്ചവ നന്നായിട്ട് മാറി കിട്ടുള്ളൂ. ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ, ഒരു 1-2 മിനിറ്റും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. അത് നമ്മുടെ കാളൻ റെഡിയാവും. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇനി കടുക് വറുത്തിടേണ്ട ഒരു ഇതും കൂടെ ഉള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ് നോക്കുക കേട്ടോ, ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആക്കുക. ഇതപ്പോൾ കണ്ടോ തിള വന്ന് തുടങ്ങി. അപ്പോൾ ഞാനിനി ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് നമുക്കിനി കടുക് വറുത്തിടാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നാടൻ കറികളിൽ പറയാറുള്ള പോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒന്ന് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ ഉലുവ, മുഴുവൻ ഉലുവ 1/4 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഈ കടുക് ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 3 വറ്റൽമുളക് നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ നന്നായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നോക്കാം. ഇനി നമുക്കിത് നമ്മുടെ കാളലിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. കടുക് വറുത്ത് നമുക്ക് ഈ കാളൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉലുവാപ്പൊടി ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്നു. അത് ഒരു നുള്ളു മതി കേട്ടോ. ഒരു നുള്ളു ഉലുവ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു നുള്ളു മാത്രം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കടുക് വറുത്തതും കൂടെ ഇട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. കണ്ടോ? അപ്പോൾ നിങ്ങൾക്കിത് കളറ്, അതായത് മഞ്ഞൾപ്പൊടിയുടെ കുറവ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ കടുക് വറക്കുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം, അതായത് കടുകും ഉലുവയും നമ്മൾ എല്ലാം കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകെല്ലാം ഇട്ട് അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടിയോ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ കളറ് കുറച്ചും കൂടെ കളറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം മഞ്ഞൾപ്പൊടിയുടെയൊക്കെ കളറ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ അതുപോലെ പുളിയൊക്കെ ഒരുപാട് കൂടിപ്പോയാലും വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പിന്നെ അതുപോലെ പുളി ഇല്ലാത്തപ്പോൾ നമ്മൾ തലേദിവസമൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം പുളി ഉണ്ടാവും. അതുപോലെ തന്നെ മൺചട്ടിയിലോ അങ്ങനത്തെ എന്തെങ്കിലും ചട്ടികളിലോ അല്ലെങ്കിൽ കൽച്ചട്ടിയിലൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട. തലേദിവസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ അത് കേടാവത്തുമില്ല. അത്യാവശ്യം തീരെ പുളി കുറവാണെങ്കിൽ പുളി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് കണ്ടോ, ഇനി ഇത് ഒന്നും കൂടെ തണുക്കുമ്പോൾ ഒന്നും കൂടെ അത് കുറുകി കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സെർവിംഗ് ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസും സജഷൻസൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്